ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും. എല്ലാവർക്കും എൻ്റെ 1000 ക്രിസ്മസ് ആശംസകൾ. അതോടൊപ്പം തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാലഡും കൂടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുട്ടികളൊക്കെ ആണെങ്കിലും തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സാലഡ് ഡ്രസ്സിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഹണി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡിൻ്റെ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം, അത് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹാഫ് ആപ്പിളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആപ്പിളൊക്കെ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പേരക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കുക്കുംബറും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വേണോ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അനാറ്, അതുപോലെ ലെറ്റ്യൂസ്, ഓണിയൻ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരു കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബ്ലാക്കും ഗ്രീനും ഒലിവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ. ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഡ്രസ്സിങ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ അതല്ലെങ്കിൽ പെപ്പർ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചില്ലിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അവസാനം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഈ സാലഡ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ചോറൊക്കെ അധികം കഴിക്കുന്നതെന്നുള്ള പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാലഡൊക്കെ കുറച്ച് കഴിച്ചതിന് ശേഷം ചോറ് കഴിക്കുകയാണെങ്കിൽ കുറച്ചേ നിങ്ങൾ കഴിക്കുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാലഡാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സാലഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തിടണേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക്